സൗന്ദര്യം ആസ്വദിക്കാനും പ്രകൃതിയെ നിരീക്ഷിക്കാനുമായി ഞാനും എൻ്റെ അധ്യാപകരോടൊപ്പം ഇന്ന് വൈകിട്ട് പോളച്ചിറ ഏലയിലേക്ക് പോയി. എന്തു മനോഹരമാണ് പോളച്ചിറ കാണാൻ. ഇത്രയും നാളായിട്ടും ഈ സ്ഥലത്തെക്കുറിച്ചും ഇവിടുത്തെ കാഴ്ചകളെപ്പറ്റിയും ഞാനറിയാതെ പോയല്ലോ. എത്ര ശാന്തസുന്ദരമായ സ്ഥലമാണ് പോളച്ചിറ. വൈകുന്നേരം അവിടെ നിൽക്കാൻ എന്തു രസമാണ്. നല്ല തണുത്ത കാറ്റ് വീശുന്നു. ചുറ്റും മരങ്ങളും വയലും ചെറിയ ചെടികളും പൂക്കളുമായി അഴകോടെ നിൽക്കുന്നു പ്രകൃതി. വയൽ നിറഞ്ഞ് വെള്ളമുണ്ടായിരുന്നു. അതുകൊണ്ട് താറാവുകളും കൊക്കും നല്ല മീൻ പിടിക്കാനും തീറ്റ തേടിയും അവിടെയുണ്ടായിരുന്നു. ആളുകൾ വെള്ളത്തിൽ വന്ന് വലയെറിഞ്ഞ് മീൻ പിടിക്കുന്നത് കാണാൻ എന്ത് രസമാണെന്നോ. സന്ധ്യ ആവാറായപ്പോൾ ആകാശം ചുവന്നു. ആ ചുവപ്പ് വയലിലെ നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തിൽ ഓളം തള്ളുന്നതായി കണ്ടു. അധിക സമയം അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ആയിരവള്ളിയിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. പോളച്ചിറയെക്കാട്ടി മനോഹരമായ ഒരു സ്ഥലം. പാറകൾ നിറഞ്ഞ വെള്ളച്ചാട്ടം. അതിനു ചുറ്റുമായി വലിയ മരങ്ങൾ. അതിൻ്റെ ഒത്ത നടുക്ക് ഒരു അമ്പലവും. കിളികളുടെയും മൃഗങ്ങളുടെയും ശബ്ദം മാത്രമാണ് അവിടെ നിന്ന് കേൾക്കുന്നത്. മനസ്സിന് സമാധാനം നൽകുന്ന പരിസരമായിരുന്നു അവിടെ. പാറക്കെട്ടുകളിലൂടെ കുതിച്ചൊഴുകി എത്തുന്ന വെള്ളത്തിന് പാലിൻ്റെ നിറമായിരുന്നു. പിന്നീട് അത് തെളിഞ്ഞ വെള്ളമായി താഴേക്ക് ഒഴുകി പോകുന്നു. വൈകുന്നേരം ആയതിനാൽ അമ്പലത്തിൽ നിന്നു പാട്ടു കേൾക്കുന്നു. ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി. എന്ത് തണുപ്പായിരുന്നു ആ വെള്ളത്തിന്. കുറച്ചു നേരം ഞങ്ങൾ അവിടെ കളിച്ചു. തിരിച്ച് പോകാൻ തുടങ്ങിയപ്പോൾ ചിൽ ചിൽ ശബ്ദം കേട്ടു. എന്നെ വിളിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു അണ്ണാനായിരുന്നു അത്. ഞങ്ങളെ കണ്ടതും അവൻ മരത്തിൻ്റെ മുകളിലേക്ക് ചാടിപ്പോയി. അവിടെ നിന്ന് നേരെ പോയത് അപ്പൂപ്പൻകാവിലേക്കാണ്. മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു ചെറിയ കാവ്. ചെറിയ കാട് പോലെ തോന്നി. ചുറ്റും വലിയ മരങ്ങളും വള്ളികളും ഇലയും കൊണ്ട് നിറഞ്ഞിരുന്നു. കാവിനകത്ത് കേറിയപ്പോൾ ചെറിയ ഇരുട്ട് പോലെ തോന്നി. നല്ല തണുപ്പ് തോന്നി. കാവിൽ പലതരം പക്ഷികളുടെ ശബ്ദങ്ങൾ കേൾക്കാം. ഇതുവരെ കാണാത്ത പലതരം പക്ഷികളെയും മൃഗങ്ങളെയും കണ്ടു. പ്രകൃതിയുടെ വ്യത്യസ്ത മുഖങ്ങളാണ് ഓരോ സ്ഥലത്തും ഞങ്ങളെ സ്വീകരിച്ചത്. എന്ത് മനോഹരമായാണ് ഈ ഭൂമി നമുക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത്. ഇതൊക്കെ ആസ്വദിക്കാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. ദൈവത്തിൻ്റെ വരദാനമാണ് ഈ ഭൂമിയും അതിലെ ഇത്ര സുന്ദരമായ ദൃശ്യങ്ങളും.